അവനോ ആ ജന്തുവിനെ തീയിൽ കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല എന്ന് പറയുന്നു. അപ്പം അവനോ ആ ജന്തുവിനെ തീയിൽ കളഞ്ഞു എന്ന് പറയുമ്പോൾ ഇവിടെ പൗലോസിനെ പറയുകയാണ്. പൗലോസ് ഇതേപോലെ കപ്പലിൽ കപ്പലിൽ കടത്തി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കപ്പൽ വളരെ ഒരു കാറ്റടിച്ച് ഭയങ്കരമായിട്ട് കുളളാക്കി ആ കപ്പൽ ഉടഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരും തങ്ങൾക്ക് കിട്ടിയ ആ ഒരു പലകൾ കൊണ്ട് അവർ രക്ഷപ്പെട്ട് അങ്ങനെ വരുമ്പോൾ ഇവർ മിലിത്ത എന്ന ഒരു ദ്വീപിൽ അകപ്പെട്ടു. അപ്പോൾ അവിടെയാണെങ്കിൽ സന്ധ്യയായപ്പോൾ മഴയും മഞ്ഞും അത് ഭയങ്കരമായ കുളിരുമായതുകൊണ്ട് ഇവർ വിറകുകൾ പറക്കിയിട്ട് തീ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ വിറകുകൾ പൗലോസ് വിറക് പറക്കിക്കൊണ്ട് വരുമ്പോൾ അവിടെ ഒരു അണലി ആ വിറകിലിരുന്നിട്ട് ഇവൻ്റെ കയ്യിൽ കടിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയ ദൈവമക്കളെ, ഈ കയ്യിൽ കടിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വിചാരിച്ച് ആ നാട്ടുകാർ അങ്ങനെ ഇവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവനൊന്നും സംഭവിക്കാത്തത് കൊണ്ട് ആശ്ചര്യപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രിയ ദൈവമക്കളെ, അതേപോലെ തന്നെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഈ അണലി വന്ന് കൊത്തിയതുപോലെ പല പ്രശ്നങ്ങൾ വന്നു ചേരാറുണ്ട്. ഒന്ന് ഡിപ്രഷനായിരിക്കാം, അല്ലെങ്കിൽ കടൻഭാരമായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളായിരിക്കാം. എന്തായാലും ഇവിടെ ഈ അണലിയെ ഒരു പൗലോസ് ഒരു കുടഞ്ഞപ്പോൾ ചെന്ന് അത് അഗ്നിയിൽ വീഴുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും നാം അതിനെ ഈ തീയിൽ എറിഞ്ഞതുപോലെ കുടഞ്ഞെറിഞ്ഞിട്ട് ദൈവ അഗ്നിയിൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അഗ്നിയിൽ കുടഞ്ഞെറിഞ്ഞിട്ട് നാം വാഗ്ദത്ത വചനങ്ങളെയും പിടിച്ച് മുമ്പോട്ട് പോകുവാൻ കർത്താവ് നമുക്ക് ഓരോരുത്തരും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.